അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ ചാനൽ. ഇത് ഗായ്സ് ഞാൻ വെച്ചൊരു പ്രോ മാസ്റ്റർ എന്ന് ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. അതിൻ്റെ ടാബിലാണ് ഞാൻ കളിച്ചത്. ഇതിപ്പോൾ എൻ്റെ അമ്മാൻ്റെ ഫോണിൽ ഞാൻ യൂട്യൂബ് തുടങ്ങാണ് ഗൈസ്. ഇതിൻ്റെ പ്രൊഫൈലൊക്കെ ഞാൻ മാറ്റുന്നതാണ്. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പം നമ്മളിന്ന് പുതിയൊരു വണ്ടി വാങ്ങാൻ പോകട്ടെ. ഏതാ വണ്ടി എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ലാൻഡ് ക്രൂസറാണ് ഗൈസ് ഞാൻ വാങ്ങാൻ പോകുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഒരു ലാൻഡ് ക്രൂസറിൻ്റെ ഒരു ഫാനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക, കുറേ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റിയൊരു വണ്ടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 7 സീറ്റർ ഉണ്ടാവില്ലേ, അതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടി ലാൻഡ് ക്രൂസർ. പക്ഷെ ലാൻഡ് ക്രൂസറിൽ കുറേ സീറ്റുകളുണ്ട്. അങ്ങനെയാണ് ആ ബൈക്കാനിച്ചു നോക്ക്. അയാളൊന്നും ഇറങ്ങിച്ചല്ല, നമുക്ക് ഇറങ്ങിച്ചല്ല. എൻ്റെ മൊത്തം അയാൾക്ക് ഒന്ന് ഉണ്ടായേക്കാം. സാറേ, ഇത് പറ്റിയോ? എന്താ താന് ഒന്ന് നോക്കിക്കൂടെ? അയാൾ വീണിട്ട് അവിടെ കിടക്കണ നോക്ക്. ഈച്ച് എനക്കൊന്നും വണ്ടി വെച്ചു. എൻ്റെ ലൈസൻസിനാണ് ആളെ കത്തി. സാറേ വേണ്ട, ഞാൻ ചെയ്തോണ്ട് അതിന് വേണ്ട ലൈസൻസ്. ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയും ഞാൻ പോലീസിൻ്റെ അടുത്ത് കേസ് എടുക്കും. ഇപ്പം പോയിട്ട് കേസ് എടുക്കാം. പോയിട്ട് വേഗം അത്രയും എന്താ ഒരാൾ പോകുമ്പോൾ അയാളങ്ങനത്തെ എന്നാൽ പോക്ക് ഒരു വിലയില്ല പോണ്. വണ്ടി ഞാൻ അപ്പം നാളത്തോടെ ഒരു CCTV ഉണ്ടല്ലോ, അപ്പോൾ കണ്ടോളൂ. അതിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കണം നമുക്ക്. CCTV തന്നെ ഉണ്ട് കൈ. അയാളൊന്ന് വണ്ടി കയറ്റുകയും ചെയ്തിട്ട് ആരൊക്കെ കൊണ്ടിരിക്കും അല്ല അയാളെ മറ്റേ വണ്ടിക്കാരനെ പറയാനും വണ്ടിക്കുന്നറിയില്ല, കാണാനില്ല. കുറേ വേഗം പോലീസിൻ്റെ അടുത്ത് കേസ് എടുക്കാം. ഇങ്ങനെയൊക്കെ ഒരു വണ്ടി വെച്ചാൽ ലൈസൻസ് ഇന്ന് കത്തിയാണ്. എൻ്റെ അടുത്ത് പ്ലീസ് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ വിട്ടെടുക്കും. ഞാൻ അങ്ങനെ സാധാരണ ആളൊന്നുമില്ല. എന്താ ഒരാളെ നമ്മളെ ജീവനം കാണിക്കണമെന്ന്, ജീവനം പോയിക്കണമെന്ന് ഒന്ന് നിർത്താതെ പോയിക്കൊണ്ട് പോയിക്കാം. എവിടെയാണ് പോലീസ്? സാറേ, പോലീസുകാർ വന്നിട്ടില്ല. പോലീസുകാർ കുറച്ച് കഴിയും. എന്താ കേസ് എന്ന് എന്നോട് പറയൂ, ഞാൻ ശരിയാക്കി തരും. ആദ്യ ഒരു കാര്യമുണ്ട്. മറ്റേ നമ്മളെ ഇതില്ല ഇപ്പോൾ ഷോറൂമൊക്കെ ഇത് ആ വീട്ടിൽ മറ്റേ ഒരു വലിയ ടവറ്, എൻ്റെ ടവറില്ല, ഒരു ടവറിൽ അവിടെ ഇങ്ങനെ കയറിപ്പോയിട്ട് അവിടുന്ന് ഒരാളുണ്ടല്ലോ, ഒരു ബൈക്ക്, അവിടെ വളവല്ലേ, ഒരു ബൈക്കാരൻ ഇങ്ങനെ നേരെ വരുമ്പോൾ ഒരു കാറുകാരൻ അതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് കൽപ്പിച്ചുവിട്ട് ഓരോ ഇടിച്ചിട്ടിട്ട് നേരെ ബൈക്കുക. അപ്പോൾ നിങ്ങൾ CCTV നോക്കൂലേ? ഞാൻ ബൈക്കൊരു അത്യാവശ്യമുണ്ട്. ഓക്കെ സാർ. ഗൈസ് ഓര് പറഞ്ഞിരിക്കുന്നു CCTV ഓര് നോക്കിക്കൊണ്ടേന്ന്. ഞങ്ങളിവിടെ പക്ഷേ വണ്ടി ഡ്രൈവിംഗ് ഒക്കെ മാറിപ്പോവല്ലോ. ഞങ്ങൾക്ക് എന്തായാലും മറവിക്കുമല്ലോ പ്രശ്നം കേട്ടോ. കുഴപ്പമില്ല, നിർത്തിയിട്ട് വേഗം പോവാം. നമുക്ക് സ്ഥലത്തൊക്കെ എത്തണം. വേഗം പോകണം, എത്തുന്നവരെ എത്താൻ പറ്റുള്ളൂ. അതുവരെ നിങ്ങൾക്ക് ബോറടിക്കൂലേ? അപ്പം നമുക്ക് ഉണ്ടല്ലോ ഒന്ന് ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് നമുക്ക് വ്ളോഗ് ഏതാ ലുക്ക് നമുക്ക് കയറി നോക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ആലോചിച്ചത്, നമ്മൾ ഡിഫൻഡർ ആരാ കൊണ്ടുവരുന്നു? അതൊക്കെ ആരെയും കൊണ്ടുവരും. എൻ്റെ ഫ്രണ്ടിലേക്ക് പറയാം തോന്നുന്നുണ്ടെന്നോ. അപ്പം നമുക്ക് വേഗം പോവാം, എളുപ്പം പോവാന്ന് പോയി നോക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങളെത്തൊക്കെ പറയാനുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്കൊരു അപകടം ഉണ്ടായി. ഒരാളും ഒരു ബൈക്കാരനെ ഇടിച്ചു. ഞാൻ പിന്നെ അയാൾ കയറിയിട്ട് ചോട്ടി. പോലീസും ഉണ്ടായിരുന്നു. പോലീസുകാർ വന്നിട്ട്
നേരെ പിടിച്ചങ്ങോട്ട് അയാളെ. ഇതൊക്കെ എൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, ഇത് എത്ര നിയമം കൊണ്ടുതന്നെ എന്താ കാരണം പറയട്ടെ. ഇതിലുണ്ടല്ലോ എല്ലാ സ്ഥലത്തും പോലീസ് ഉണ്ടാവും. എന്നാൽ ഇവിടെ ഇടിച്ചാണ്ടല്ലോ എടുത്തു വന്നോ, അത് നമ്മൾ നേരത്തെ രക്ഷിച്ച ആള്. അല്ലാടാ സാറേ നിങ്ങളോ നീ ചോദിച്ചോക്ക പറ്റോളോ പറ്റിയിട്ടില്ല സാറേ. ഇത് പറ്റോ സാറ് വണ്ടി പോവാ. ഒന്നും പറ്റിയ സാറേ, സാറേ ഒന്നും പറ്റിയിട്ടില്ല. ചാഞ്ഞു ചോപ്പം പറ്റിയിട്ട് കാരാ ബാക്കിത് കണ്ടു ബാക്കിത് വേദന മനസ്സിൽ ജാക്കറ്റ് കൊണ്ട് എന്തോ അതെന്താ പറഞ്ഞ ഞാനിപ്പോൾ സീറ്റിക്ക് മാറ്റിയിട്ടുണ്ട്. ആ മറ്റേ എന്തൊക്കെയാണ് വേണ്ടത്, മറ്റേ എന്തൊക്കെയാണ് വേണ്ടിയിട്ട് അത് വെച്ചുണ്ട് പ്രശ്നം അങ്ങനെയല്ല ചെയ്ത് കേട്ടോ. അവൻ പറയും ഓരോ തെറ്റാ, നമ്മളെ വണ്ടിക്ക് എന്താ പറ്റുന്നു ആ പോകുന്നു അയാള് കാക്കോ സെറ്റാക്കിക്കോളാ നമുക്ക് പോകാം. ആ മറ്റേ ഹോസ്പിറ്റലിലേക്ക് തന്നെ ആയിരിക്കും മെഡിക്കൽ തന്നെ ആയിരിക്കും പോലത്തെ പോവും എല്ലാവരും സാധാരണ. നമുക്ക് മഴ അല്ല ഇതിപ്പോൾ എന്താ നമുക്ക് അമ്പരം ഓരോ വന്നിട്ട് ഇവിടുത്തെ ട്രാഫിക് സിഗ്നലാണ് നിർത്തുമ്പോൾ ഇങ്ങനെ ഫോണടിക്കാന്നൊക്കെ പറഞ്ഞ് നിർബന്ധമുണ്ട്. പക്ഷെ ഇപ്പോൾ താരം അങ്ങനെ അടിച്ചൂല, നിർത്തുകയാണെങ്കിലും അടിച്ചൂല. നമുക്ക് ഗൈസ് ഇതിൻ്റെ മെയിൻ പ്രശ്നം ഇടിച്ച് അപ്പം തുടങ്ങിക്കോളും ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആദ്യം മുന്നേ വണ്ടി ഓടിക്കും, ഞാൻ ഓടിച്ചിട്ടില്ലാത്ത ഗൈസ്. നിങ്ങളടുത്ത് പറയാണ് എന്താ വണ്ടിക്ക് അപ്പം നിങ്ങൾ മൈൻഡാക്കുന്നത് നമുക്ക് നേരാക്കി നമ്മൾ പോയിട്ട് വന്നത് നമ്മൾക്ക് ആ നേരാക്കിയത് ഡ്രസ് പുതിയ വണ്ടിയാക്കാന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. പോട്ടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ചായ എത്തിച്ചുകൊള്ളു. ഇമ്മ ചായ എത്തിച്ചുകൊള്ളു ഇവിടെ കുടിച്ചിട്ട് ചായ അയച്ചു നമുക്കിതല്ല. അപ്പോൾ ഇത്ര ഉള്ള കാര്യം നമ്മളെ വീഡിയോ. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇത്ര ഉള്ള നമ്മളെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എന്ത് ഭാഷയുണ്ടെന്ന് നിങ്ങളിത് പറയും. അപ്പോൾ വീഡിയോ കഴിഞ്ഞിരിക്കും കേട്ടോ. അടുത്ത വീഡിയോ വരെ വെയിറ്റ് ചെയ്യണം നിങ്ങൾ.